പിന്നെ ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് ഡോക്ടേഴ്സിൻ്റെ ഡോക്ടർ ഷീറ്റ് നമ്മൾ എങ്ങനെ വായിക്കുമെന്ന്. അത് നമുക്ക് കുറച്ച് പ്രാക്ടീസ് ആയി കഴിയുമ്പോൾ നമുക്ക് വായിക്കാൻ പറ്റും. കൂടുതലും ഡോക്ടേഴ്സ് മെഡിക്കൽ അബ്രിവേഷൻസ്, മെഡിക്കൽ ടേംസ് ആണ് ഉപയോഗിക്കുന്നത്. അത് നമ്മൾ പഠിക്കുന്നുണ്ട് ഫസ്റ്റ് ഇയറിലൊക്കെ. അതായത് BD OD അങ്ങനെയൊക്കെ ആയിരിക്കും ഡോക്ടേഴ്സ് ഉപയോഗിക്കുക. BD എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തിൽ 2 നേരം. ഇപ്പം ഇഞ്ചക്ഷൻസൊക്കെ ഒരാഴ്ച നമ്മളൊരു വാർഡ് നിൽക്കുകയാണെങ്കിൽ ആ വാർഡിൽ ഓരോ പേഷ്യൻസിനും എന്തൊക്കെ ഇഞ്ചക്ഷൻസാണ് കൊടുക്കുന്നത്, അതിൻ്റെ ഡോസും റൂട്ടും ഒക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അങ്ങനെ നമ്മൾ ഓട്ടോമാറ്റിക്കലി അത് വായിക്കാനായിട്ട് നമുക്ക് പറ്റുന്നതാണ്. ഇനി നേഴ്സിംഗ് ഫീൽഡ് തിരഞ്ഞെടുത്താലുള്ള അതിൻ്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. എങ്കിലും ഒന്നും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. നമുക്ക് ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു കോഴ്സാണ് BSc നഴ്സിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മെയിൽസിനും ഫീമെയിൽസിനൊക്കെ ഒരുപോലെ ഓപ്പർച്യൂണിറ്റി ഉള്ളൊരു കോഴ്സാണ് ഇത്. നമുക്ക് ഇവിടെ കേരളത്തിൽ വലിയ സാലറി ഒന്നും ഇല്ലെങ്കിലും നമുക്ക് പുറത്തേക്കൊക്കെ പോകാൻ നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്.